തൊടുപുഴയൊന്നും തൃപ്തിപ്പെടാതെ നാട്ടിൽ പോയിട്ട് മാത്രം തിന്ന സംതൃപ്തി അണയുന്നൊരു മുതലാണ് കേട്ടോ ഷവായ്. ഷവായ എന്ന് തന്നെയാണ് പറയുന്നത് തോന്നുന്നു. ദേ ഈ കറങ്ങുന്ന നല്ല സ്വർഗത്തിലെ കോഴി, ഇത് തിന്നാൻ വേണ്ടി ഇത്തവണ നാട്ടിൽ പോയപ്പോൾ TNT തിരൂരുള്ള TNTയിൽ പോയിട്ടാണ് കഴിച്ചത്. അവിടുത്തെ ഷവായി പിന്നെ ഒരുപാട് റിവ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അടിപൊളിയാണ് കേട്ടോ. അവിടെ പോയപ്പോൾ കുറച്ച് നേരം പോസ്റ്റായി. നമ്മുടെ ആ ഗ്രില്ലിൽ നിന്ന് കറങ്ങുന്ന ചിക്കനും നോക്കി കുറേ നേരം നിന്ന് വെള്ളമിറക്കി. അത് കഴിഞ്ഞ് കിട്ടിയ ഗ്യാസും കുറ്റിയിലും ചെയറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്ന് വെള്ളമിറക്കി. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്കുള്ള സീറ്റ് റെഡിയായി. പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല മാഷേ, കയറി അങ്ങ് പോയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള കട തന്നെയാണ് കേട്ടോ TNT. അതിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഇതന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുതുതായിട്ട് ഇടപ്പാളിലും തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങളിത് തിരൂര് പോയിട്ട് കഴിച്ചത്. എന്തായാലും സംഭവം കിടിലിനായിരുന്നു, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഷവായ് വന്നു, കൂടെ അവരുടെ ആ സ്പെഷ്യൽ മാങ്ങ, പച്ചമാങ്ങ അരിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു സാലഡും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടിപിടിച്ചു. ശരിക്കും വന്നതും പിന്നെ വീഡിയോ എടുക്കുന്നതിനേക്കാളും ധൃതി അതങ്ങ് തിന്നാനായിരുന്നു കേട്ടോ. അത് കാരണം ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് അവരുടെ ആ സാലഡ്. ഈ സാലഡും കൂട്ടി അത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റായിരുന്നു. എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ആ ടേസ്റ്റ്. അച്ഛനൊന്നും ഒത്തിരി കുഴിമന്തി അതൊന്നും ഒരുപാട് കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു പീസ് അച്ഛൻ കഴിച്ചു നോക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം വന്നാണ് കഴിച്ചത്. എന്തായാലും രാത്രി ഒരു 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഒത്ത് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി. റെസ്റ്റോറൻറ്റിൽ സീറ്റ് കിട്ടാൻ എടുത്ത സമയത്തിൻ്റെ പകുതി പോലും എടുത്തില്ല കേട്ടോ ആ പ്ലേറ്റൊക്കെ മൊത്തം കാലിയാക്കാൻ. എന്തായാലും സംഭവം കിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ താഴെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത്രയധികം കേക്ക് ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കത് ഈ കയറി ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് വെച്ച് പിടിച്ചത് വിധുക്കുട്ടനാണ് കേട്ടോ. അവൻ്റെ വാശിക്ക് കയറിപ്പോയതാണ്. എന്തായാലും സംഭവം കിടലിനായിരുന്നു. കേക്ക് ഓരോന്നായി വന്നപ്പോൾ വിധുക്കുട്ടൻ്റെ കാര്യം മറന്നുപോയി കേട്ടോ. എല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ചു. വിധുക്കുട്ടനാണെങ്കിൽ വാശിക്കുട്ടനായതുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുമായിരുന്നു. പിന്നെ അവനത് സ്ഥിരമുള്ളതാണ്. ഐസ്ക്രീമാണ് പുള്ളിക്കാരന് ആവശ്യം. അങ്ങനെ ഇത്തവണത്തെ കോട്ടയ്ക്കൽ പോക്കിൻ്റെ നല്ലൊരു നൈറ്റും കൂടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ട് ഞാനിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വിധുക്കുട്ടൻ്റെ വാശിയും ആദിക്കുട്ടനെയും ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടി പൊട്ടിയെടുത്ത് ഞങ്ങളിതാ വീട്ടിലേക്ക് സ്ഥലം കാലിയാക്കി. ഈ സാധനത്തിൻ്റെ ഐറ്റത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എനിവേ ബൈ ബൈ.